വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയതയെ മതരാഷ്ട്രീയത്തിന് അടിയറ വയ്ക്കില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ഇത് പുതിയ കേരള സ്റ്റോറിയെന്നും കോൺഗ്രസ് സർക്കാർ പുതിയ അജണ്ട കൊണ്ടുവരുന്നുവെന്നും വിമർശനം. ദേശീയബോധത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കത്തെ ബി.ജെ.പി. ശക്തമായി എതിർക്കുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാതിരുന്ന കേരള സർക്കാരിന്റെ നടപടി രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ദേമാതരം ആലപിച്ചപ്പോഴാണ് കേരള സർക്കാർ അതിൽ നിന്ന് വിട്ടുനിന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ മാത്രം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറി നിന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കണമെന്നും എം.ടി. രമേശ് പറഞ്ഞു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേമാതരം പാടിയിട്ടുണ്ട്. അതിൽ ഒഴിഞ്ഞു നിന്നത് തമിഴ്നാടും കേരളവും മാത്രമാണ്. കേരളത്തിലെ വി.ഡി. സതീശന്റെ ഗവൺമെന്റ് വന്ദേമാതരം സമ്പൂർണ്ണമായി പാടിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നിലപാട് ആദ്യ ഖണ്ഡം പാടണമെന്നാണ്, അതുപോലും പാടിയില്ല. അപ്പൊ സമ്പൂർണ്ണമായി വന്ദേമാതരത്തെ നിഷേധിച്ച, വന്ദേമാതരത്തെ അപമാനിച്ച, അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആകെ അപമാനിച്ചിട്ടുള്ള ഗവൺമെന്റായി വി.ഡി. സതീശന്റെ ഗവൺമെന്റ് കേരളത്തിൽ മാറിയിരിക്കുന്നു. കേരളത്തിൽ മതത്തിന്റെ പേരിൽ ജില്ലാ ലീഗ് നേരത്തെ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വന്ദേമാതരത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു. വീണ്ടും ഒരു വിഭജനവാദത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ ലീഗിന് വേണ്ടി വി.ഡി. സതീശൻ പരിശ്രമിക്കുകയാണെന്നും ഇത് പുതിയ കേരള സ്റ്റോറിയാണെന്നുമാണ് വിമർശനം. ഇത് പുതിയ കേരള സ്റ്റോറിയാണ്. രാജ്യത്തിന്റെ ദേശീയ ജീവിതത്തിൽ നിന്ന് മാറി നടക്കാൻ മലയാളികളെ പ്രേരിപ്പിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. ഒരു വിഭജനത്തിന്റെ പുതിയ മുദ്രാവാക്യം ഉയർത്തുകയാണ് മുസ്ലിം ലീഗിന് വേണ്ടി വി.ഡി. സതീശൻ ചെയ്യുന്നത്. വീണ്ടും ഒരു വിഭജനവാദത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ ലീഗിന് വേണ്ടി വി.ഡി. സതീശൻ പരിശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ ദേശീയബോധത്തെ ദുർബലപ്പെടുത്തുന്ന ഏത് രാഷ്ട്രീയ നീക്കത്തെയും ബി.ജെ.പി. ശക്തമായി തന്നെ എതിർക്കുമെന്ന് എം.ടി. രമേശ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.